السلام عليكم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന പണ്ഡിതരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരെ, നേതാക്കളെ, സദസ്സിലെത്തിച്ചേർന്നിട്ടുള്ള ഇസ്ലാഹി പ്രവർത്തകരെ, ആദർശ ബന്ധുക്കളെ, മറ്റ് ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കി തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. സമയക്കുറവാണ് പ്രശ്നം. എൻ്റെ പേര് മുഹമ്മദ് ബഷീർ. അരീക്കോട് എടവണ്ണപ്പാറ റൂട്ടിൽ വാവൂർ സ്വദേശിയാണ്. PK എംബാക്കവി അണ്ടോണ എന്നറിയപ്പെടുന്ന അണ്ടോണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, തരുവണ അബ്ദുൽ ഹക്ക് ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പള്ളിദർസിലാണ് ഞാൻ ഓതി പഠിച്ചത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ അങ്ങേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയുടെ അഭിമാനമായ ജാമിയത്തുൽ ഫുർഖാൻ അറബിക് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവത്തിൻ്റെ, സന്ദർഭത്തിൻ്റെ, പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിൻ്റെ സമ്മർദ്ദം കാരണമല്ല ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. മറിച്ച് ഒരു നീണ്ട കാലയളവിലെ പഠനത്തിന് ശേഷം ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ, തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങളെ അടുത്തറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നെ മുജാഹിദാക്കിയ രണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രധാനമായും. ഒന്നാമത്തേത് മാലമൗലിദുകളാണ്. എൻ്റെ ജാഹിലിയ കാലത്ത് ഞാൻ വളരെ ആദരിക്കുകയും എൻ്റെ ജീവിത വരുമാനമായി കാണുകയും എനിക്ക് ബോധം വന്നപ്പോൾ എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത മാലമൗലിദുകൾ, അതിലെ ചതിക്കുഴികൾ, അതിലെ ശിർക്കൻ പ്രാർത്ഥനകൾ, കള്ളക്കഥകൾ, വൈരുദ്ധ്യങ്ങൾ. രണ്ടാമത്തേതായി അല്ലാഹു എവിടെയാണെന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഖുർആനും ഹദീസും നസ്സായി മറ്റൊന്നിന് സാധ്യതയില്ലാത്ത വിധം വളരെ വ്യക്തമായി പറഞ്ഞ വിഷയമാണ്. അല്ലാഹു ആകാശത്താണ്, അതിൽ സംശയമില്ല, വളരെ വ്യക്തമാണ് വിഷയം. പക്ഷേ സമസ്തക്കാരുടെ വിശ്വാസപ്രകാരം അല്ലാഹു ഗനിയുൻ അനിൽ ജിഹ, അല്ലാഹു ഒരു ഭാഗത്താണ്, ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് അല്ലാഹു ആകാശത്താണെന്ന് പറയാൻ പാടില്ല. ഒരു വിശ്വാസത്തിനെതിരാണ്. കാരണം അവരെ വിശ്വാസ കാര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കുന്നത്, പ്രമാണമാക്കുന്നത് ഖുർആനോ ഹദീസോ അല്ല, മറിച്ച് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി, ഇമാം അബൂ മൻസൂറിൽ മാതുരിദി എന്നീ രണ്ട് പണ്ഡിതന്മാരുടെ അവരുടെ തരീഖത്തിലൂടെ അവർക്ക് വന്നു കിട്ടിയിട്ടുള്ള വിശ്വാസ കാര്യങ്ങളെയാണ് അവർ അഖീദയായി, ആദർശമായി, വിശ്വാസ കാര്യങ്ങളായി അംഗീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഖുർആനിൽ നിന്നും ഇവർ വളരെ അകലെയാണ് ഈ വിഷയത്തിൽ. അത് മാത്രമല്ല, അവർക്ക് അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, അള്ളാഹിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല.
അതിനെപ്പറ്റി പറയാൻ സമയമില്ല. മാല മൗലിദുകളുടെ ചതിക്കുഴികളെപ്പറ്റി ശിർക്കൻ സാമ്പിൾ മാത്രം 15 മിനിറ്റാണ് എനിക്ക് സമയം. ശിർക്കൻ പ്രാർത്ഥനകൾ. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു ഫഅഗീസ്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാസി യാ മലാദി ഫി മുലിമ്മത്തിൽ ഉമൂരി. ശറഫുൽ അനാം മൗലിദ. അബ്ദുകൽ മിസ്കീൻ യർജു, പ്രവാചകരെ അങ്ങയുടെ അടിമ ആഗ്രഹിക്കുന്നു. ഫദ്ലകൽ ജമ്മൽ ഗഫീറു, വമ്പിച്ചതായ അങ്ങയുടെ നിഅമത്തിന് അനുഗ്രഹത്തെ ആഗ്രഹിച്ചതാ വന്നിരിക്കുന്നു. ഫീക ഖദ് അഹ്സൻതു ലന്നി, പ്രവാചകരെ അങ്ങിൽ എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. യാ ബശീറു യാ നദീർ, പ്രവാചകന്റെ പേരാണത്. യാ ബഷീറു യാ നദീർ, ബഷീറും നദീറുമായ പ്രവാചകരെ, അതുകൊണ്ട് ഫാഗിസ്നി വാജിർനി, എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണമേ. യാ മുജീറു മിനസ് സഈർ, സഈറാകുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന പ്രവാചകരെ. യാ ഗിയാസി, എന്റെ സഹായമേ. യാ മലാദി, എന്റെ രക്ഷാസങ്കേതമേ. ഫീ മുലിമാത്തിൽ ഉമൂരി, വേദനാജനകമായ സംഭവങ്ങളിൽ, പ്രശ്നങ്ങളിൽ. ഇത് പ്രാർത്ഥന അല്ല, പിന്നെ എന്താ കൂട്ടല്ലേ പ്രാർത്ഥന? ഇത് പ്രാർത്ഥന അല്ല എന്നാ അവർ പറയും. നമ്മൾ പ്രാർത്ഥിക്കാറില്ല, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. പക്ഷേ മരിച്ചുപോയ മഹാന്മാരോട്, ഔലിയാക്കന്മാരോട്, അമ്പിയാക്കന്മാരോട് സഹായം തേടും, പ്രാർത്ഥിക്കൂല. പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വഹാബികളുടെ ആരോപണം മാത്രമാണ്. ഒരൊറ്റ വരി ഉദാഹരണം മാത്രം. ബദർമാല. എന്നും കൊടുമാമികന്തോരു ദീനത്തിൽ അവരെ വിളിച്ച് ദുആനായിരുന്നെങ്കിൽ അന്നേരം തന്നെ ശിഫാക്കളെ കിട്ടാതെ ആയിട്ടതില്ല ഒരുത്തരും എന്നോവർ. കുടുംബമികന്ത രോഗം എന്ന് പറഞ്ഞാൽ കഠിനമായ രോഗം, ദീനം രോഗം. ഇതിൽ അവരെ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെയാണ്, ബദർമാലയാണല്ലോ. അവരെ വിളിച്ച് ദ്വാനയിരക്കണം, ദ്വാരക്കണം. നിങ്ങളെ സഹായം തേട്ടും ഇസ്തിഗാസയും ഇസ്തിയാനത്തൊന്നും ശരിയാവില്ല. പ്രാർത്ഥിക്കണം. ഏത് പ്രാർത്ഥന? ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ അതേ പ്രാർത്ഥന. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ? ഞാൻ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, റബ്ബല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഞാൻ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുക ഇല്ല എന്ന് പറഞ്ഞ അതേ ദുആ, അതേ ദുആ, ആ ദുആ, അതേ വാക്ക് പ്രാർത്ഥിക്കണം. എന്നാൽ നിങ്ങളെ രോഗം ശിഫയാകും, യാതൊരു സംശയം വേണ്ട. മാത്രല്ല സഹോദരങ്ങൾ, ഈ മാലക്കാർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആഖിബത്തിനെയാണ്. നമ്മുടെ എന്ന് പറഞ്ഞാലും മുസ്ലിം സഹോദരങ്ങളുടെ, അവരുടെ വഞ്ചനയിൽ കൊടുങ്ങുന്നവരുടെ ആഖിബത്തിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഈ ദുനിയാവുമായി വിട പറയുന്ന അവസാന സെക്കൻഡ്, ഈ സെക്കൻഡിൽ നിങ്ങൾ മുശ്രിക്കായി മരിച്ചു പോകണം. എന്താള്ള ഗുണം എന്ന് നിങ്ങൾക്ക്? നല്ലൊരു ഗുണമുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മുശ്രിക്കായി മരിച്ചാൽ പിന്നെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, അല്ലാഹ് പൊറുക്കൂല. മറ്റുള്ള ദോഷങ്ങളെല്ലാം അല്ലാഹ് പൊറുത്തേക്കാം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ശിർക്ക് ചെയ്ത് ശിർക്കോടുകൂടെ മുശ്രിക്കായി മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. സ്വർഗം ഹറാം. വമഅവാഹുൻ നാർ, നരകമാകുന്നു അവന്റെ സങ്കേതം. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികളായ മുശ്രിക്കീങ്ങളായ ആൾക്കാർക്ക് ആരും സഹായിക്കാൻ ഉണ്ടാവുന്നതല്ല. ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവർ വെച്ച ചില കെണികളുണ്ട്. മുന്നിട്ട് മൗത്തോടടുത്തവനായെങ്കിൽ മുന്തിയ ദാഹം കൊടുമ തളർച്ചയും ഖന്നാസവന്റെ ചതിയും ഫലിക്കാതെ ഖൈറ് മികന്ത് മമാത്താകും എന്നോവർ. ബദർമാരെടുത്ത് നോക്കിയാൽ മതി, വിശദീകരിക്കാൻ സമയമില്ലാത്തോണ്ട. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും,
നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ദാഹം മൗത്തത് കൂട്ടിടും. തഖ്ദീമും തഅഖീറൊക്കെ ഉണ്ട്. കൂട്ടിടും എന്നുള്ളതാണ് ഫിഅല്, മുളാരിയായ ഫിഅലാണ്. മൗത്താണ് ഫാഇല്, ദാഹം മഫ്ഊല് ബിഹി. അപ്പം എന്താ മാന? മരണം ദാഹത്തെ വർദ്ധിപ്പിക്കും. ഇബ്ലീസ് ചതിക്കാൻ വേണ്ടി വരും. കൂസ് എന്ന കൗസാണ്, കൗസ് കാട്ടിയിട്ട് ചതിക്കാൻ വേണ്ടി വരും. ആ സമയത്ത് ശൈത്താന്റെ ചതിയിൽപ്പെടാതെ മരിക്കാൻ വേണ്ടി ബദരീങ്ങളെ തുണക്ക് വേണ്ടി തേടാണ്. എങ്ങനെ? അള്ളാനെ നടുക്ക് നിർത്തിയിട്ട്. തവസ്സുൽ എന്ന് പറഞ്ഞ പോലെ പറയല് അമ്പിയാവുകയാക്കന്മാരാ മഹാന്മാരെ നടുക്ക് നിർത്തിയിട്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കാം. ഇവിടെ പാരെ നടുക്ക് നിർത്തിയേ? ഇതാണ് യഥാർത്ഥ തവസ്സുൽ. നിങ്ങൾ തവസ്സുൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരിക്കലും അള്ളാനെ അങ്ങേ തലക്ക് നടുവിൽ നിർത്താം. അള്ളാനെ നടുവിൽ നിർത്തിയിട്ട് അമ്പിയാവുലാക്കന്മാരോട് പ്രാർത്ഥിക്കുക. ഇതാണ് യഥാർത്ഥ തവസ്സുൽ. വഅലമൂ യാ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. ഇനി ചതിക്കുഴികൾ, കൊലച്ചതികൾ മാലക്കാരുടെ. മൊളിയൊന്നും കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. കൺകൂടാ വട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തോവർ. നരകത്തിൽ നിന്റെ മൂരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഇത് ഖുർആനെതിരാണ്, ഇത് ചതിയാണ്. അവർക്ക് തന്നെ, ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇത് ബടായിയാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞുതരാം, അവിടെ പറഞ്ഞു നിർത്താം. ഏറെ മികന്തുള്ള പേറ്റ് വരുത്തത്തിൽ ഇന്ത സഹാബികൾ പേരിനെ ഓതൂകിൽ കുരിമുടിയും മുനം പള്ള തന്നീന്ന് കുട്ടി പിറക്കലിനില്ല ശക്കം നോവർ. പേറ്റ് വീർത്തെന്ന് പറഞ്ഞാൽ പ്രസവ വേദന ഉണ്ടാകുമ്പോൾ ഇന്ത സഹാബികളെ പേര് ചൊല്ലിട്ട് അവരോട് പ്രാർത്ഥിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സമസ്തക്കാരന് ധൈര്യം ഉണ്ടോ? ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് ഡോക്ടർ വിധി എഴുതിയൊരു പ്രശ്നം, ഒരു പ്രസവ കേസിൽ ഈ ബദർമാല കയ്യിൽ പിടിച്ച് ഞാൻ ഡോക്ടർ അടുത്തേക്ക് പോവുകയില്ല, എനിക്ക് മാലക്കാരൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസമുണ്ടെന്ന് ധൈര്യത്തോടെ ഇരിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും സമസ്തക്കാരൻ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയും? അള്ളാഹു ഈ സമുദായത്തിന് ബുദ്ധി കൊടുക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി നമ്മൾ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ദാരിമി അവർക്കാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സ്റ്റേജിൽ ഇരിക്കുന്ന പണ്ഡിതരെ, സദസ്സിലും മറ്റും ഇരുന്നുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, എന്തുകൊണ്ട് മുജാഹിദായി എന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് പറയാനുള്ളത് ശിർക്കിൽ അകപ്പെട്ടു പോകുമോ എന്നുള്ള ഭയങ്കരമായ പേടി കൊണ്ടാണ്. കാരണം ഈ 19 വർഷത്തോളം പലപ്പോഴും വളരെ ആദരവോടുകൂടെ ഞങ്ങൾ മുണ്ടെല്ലാം വെച്ച് തലയുടെ മുകളിൽ വെച്ച് ഓതിയിരുന്ന മാല മൗലൂദ് കിതാബുകൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ പലതും ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ്. അത് മാത്രമല്ല, അള്ളാഹുവിനെയും റസൂലിനെയും കൊച്ചാക്കുന്ന, എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെടുത്തുന്ന പല കള്ളക്കഥകളും അതിലുണ്ട് എന്ന് സലഫികൾ പറഞ്ഞപ്പോൾ അത് നേരെ കാശ് കൊടുത്ത് വാങ്ങി പരിശോധിച്ച് അത് ശരിക്കും ഇതെല്ലാം യഥാർത്ഥമാണ് എന്ന് 100% ബോധ്യപ്പെട്ടതിന് ശേഷമാണ്
ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. സമയം എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഒരു കാര്യം മാത്രം, അള്ളാഹുവിനേക്കാളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉയർത്തി കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് സിദ്ദീഖ് മൗലൂദിൽ. സിദ്ദീഖ് മൗലൂദിന്റെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. 140 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ച ഈ ശുദ്രകൃതി 333 വക മൗലൂദ് കിതാബ്. ഇതെല്ലാം വിശദീകരിക്കണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം വേണ്ടി വരും. എന്നാലും പുതിയ ആളുകൾക്ക് വേണ്ടി ഒറ്റ കാര്യം മാത്രം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖ് മൗലൂദ് സംഭവമാണ്. ഇന്നല്ലാഹ തആല ലമ്മാ ഖലഖൻ നാമൂസ്, അതാണ് തുടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പടക്കാൻ ഉദ്ദേശിച്ചു. പടച്ചു. എന്നിട്ട് അല്ലാഹു കൽപ്പിച്ചു ബിഅൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കൽപ്പിച്ചു. ഫഖാല അൽ കലിമത്തുൽ ഇലാഹിയ്യ ദൂനൽ കലിമത്തുൽ മുഹമ്മദിയ്യ. ജിബ്രീൽ അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞില്ല. അല്ലാഹു ജിബ്രീലിനെ ചെറുതാക്കി അണുമണിയോളം ചെറുതാക്കി, പിന്നെ വലുതാക്കി, വീണ്ടും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയേ. അങ്ങനെ എത്ര വട്ടം? 70,000 വട്ടം അങ്ങനെ ചെയ്തു, പറഞ്ഞില്ല. ഈ സമയത്താണ് ഫഹീനൈദിൻ ജാറുഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ്, റൂഹ് അവിടെ വന്നു. അബൂബക്കർ സിദ്ദീഖ് ആത്മാവ് ചോദിച്ചു, മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഇനി ഞാൻ നശിപ്പിക്കും. ഈ സമയത്തിൽ അദ്ദേഹം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് വായിക്കുന്ന സാധുക്കൾക്ക് ഈ മൗലൂദെല്ലാം വളരെ ആദരവോടുകൂടെ സമൂഹത്തിന്റെ മുന്നിൽ ഓതുന്നു, അവതരിപ്പിക്കുന്നു. അതിന് ആമീൻ പറഞ്ഞ് ദുആ പറഞ്ഞ് ചോറും വെച്ച് പിരിയുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന പല ആളുകൾക്കും അറിയില്ല എന്താണ് ഈ കിതാബിലെല്ലാം പറയുന്നത് എന്ന്. സാധുക്കളായ ആളുകൾ അത് വളരെ ഭക്തിപൂർവം ആദരപൂർവം അതെല്ലാം പറയുന്നു. മറ്റൊരു സംഭവം ഞാൻ നീട്ടി പറയുന്നില്ല. ഫാത്തിമ മൗലൂദ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മൗലൂദ് കിതാബ് എന്നത് അതിന്റെ നിർമ്മാതാക്കൾ ശരിക്കും ഇസ്ലാമിന്റെ വിരോധികളാണ്, ഷിയാക്കളാണ് അതിന്റെ പ്രധാനപ്പെട്ട അത് ഉണ്ടാക്കിയ ആളുകൾ. ഫാത്തിമ മൗലൂദിൽ നിങ്ങൾക്കറിയാം ഒരു കഥയുണ്ട്, നീട്ടി പറയുകയല്ല. എന്താണ് ആ കഥ? അള്ളാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രി 51-ാം വയസ്സിൽ മിഅ്റാജിന്റെ രാത്രിയിൽ പോയപ്പോൾ ഖദീജ ബീവിയുടെ കൊട്ടാരം കണ്ടു, ആ മാളിക കണ്ടു. ആ മാളികയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പഴം പറിച്ചുകൊണ്ട് റസൂലിന് കൊടുത്തു. റസൂലിനോട് പറഞ്ഞു, ഈ പഴം തിന്നാൽ നിനക്കൊരു മകളുണ്ടാകും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആ പഴം തിന്നു. അങ്ങനെ നാട്ടിൽ വന്നു. ഖദീജ ബീവിക്ക് ഒരു മകളുണ്ടായി, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഗർഭിണിയായപ്പോൾ ഖദീജ ബീവിയിൽ സ്വർഗത്തിന്റെ പരിമളം ഉണ്ടായിരുന്നു. പ്രസവിച്ചപ്പോൾ ആ വാസന ഫാത്തിമ ബീവിയിലേക്ക് വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗത്തിന്റെ വാസന പരിമളം ആസ്വദിക്കാൻ തോന്നിയാൽ ഫാത്തിമ ബീവിയെ ചുംബിക്കുമായിരുന്നു. ഇതൊരു കഥയാണ്. ഇന്നും ഈ കിതാബിൽ, ഞാൻ പറഞ്ഞ കിതാബിൽ അതുണ്ട്. ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഈ ഹദീസിന്റെ അവസാനം പറയുന്നത് വലിദ ഫാത്തിമ ഖബ്ല നുബുവത്തി ബി 5 സിനീൻ. നബി പ്രവാചകത്വത്തിന്റെ 5 വർഷം മുമ്പ്, അതായത് റസൂലുള്ളാഹിന്റെ 35-ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിവി ജനിക്കപ്പെട്ടത്, പ്രസവിക്കപ്പെട്ടത് എന്ന് ആ കഥയിൽ പറയുന്നു. ആദ്യം പറയുന്നു റസൂലുള്ളാഹിക്ക് ആ മിഅ്റാജിന്റെ രാത്രിയിൽ കൊടുത്ത പഴം കാരണം ഫാത്തിമ ബിവി ജനിച്ചു, സ്വർഗത്തിന്റെ പരിമളം ഉണ്ടായി. ലാസ്റ്റ് പറയുന്നു നബി ആകുന്നതിന് 5 വർഷം മുമ്പാണ് ഫാത്തിമ ബിബി പ്രസവിക്കപ്പെട്ടതെന്ന്. എന്ന് പറഞ്ഞാൽ ആ കഥ ഉണ്ടാക്കിയ ആൾ തന്നെ ഒരു പട്ടനാണ്, മഹാപൊട്ടൻ എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ആളുകൾക്ക് ആർക്കും ബോധ്യപ്പെടും. പക്ഷെ ഇന്നും ഈ കിതാബ് എല്ലാ ബുക്ക് സ്റ്റാളിലും, സുന്നി ബുക്ക് സ്റ്റാളിലും വാങ്ങാൻ കിട്ടും. ഇതുവരെ ഈ കഥ നിഷേധിച്ചിട്ടില്ല. ഞാനൊരു സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ ആയിരങ്ങൾ ആ കിതാബുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മുഴുവനും ഭയങ്കരമായ ഉസ്താദ് പറഞ്ഞതുപോലെ ശിർക്കൻ വരികളും പൊട്ടക്കഥകളും വളരെയധികം ധാരാളമുണ്ട്. ഇതെല്ലാം കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഈ സലഫി പ്രസ്ഥാനം അതാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് 101% ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിൽ
അടിയുറച്ചു നിന്ന് എന്നെന്നും ഈ ദീനിന് വേണ്ടി പ്രബോധനം ചെയ്യാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.